പുലർച്ചെ 6:30 സ്കൂളിലേക്ക് എത്തുന്ന ഒരു പാർട്ട് ടൈം ജീവനക്കാരൻ അവധിയും സമയവും നോക്കാതെ 19 വർഷമായി ഒരു സ്കൂൾ പരിസരം പച്ചത്തുരുത്താക്കി മാറ്റിയ ഒരു മനുഷ്യന്റെ കഥ കാണാം ഇന്നത്തെ കാർഷിക മലനാടിൽ. കാർഷിക മലനാടിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അമ്പുകുത്തിമലയുടെ അടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു വിദ്യാലയം. വയനാട്ടിലെ നെന്മേനി ഗ്രാമപഞ്ചായത്തിലെ GLPS അമ്പുകുത്തി വിദ്യാലയത്തിന്റെ കവാടത്തിൽ തന്നെ ഒരു അവാർഡ് ജേതാവിന്റെ ഫോട്ടോ പതിച്ച ബോർഡ് കാണാം. വിദ്യാലയമുറ്റത്ത് കുട്ടികൾ ഓടിക്കളിക്കുന്നു. ശലഭോദ്യാനത്തിൽ ശലഭങ്ങൾ പാറി നടക്കുന്നു. സ്കൂൾ അങ്കണമൊഴിച്ച് വിദ്യാലയത്തിൻ്റെ തൊടിയാകെ ഔഷധസസ്യങ്ങളാലും ഫലവൃക്ഷങ്ങളാലും തണൽ വൃക്ഷങ്ങളാലും പൂച്ചെടികളാലും നിറഞ്ഞിരിക്കുന്നു. ഹരിതാഭമായ സ്കൂൾ പരിസരം. തരിശായി കിടന്നിരുന്ന ഈ സ്കൂൾ പരിസരം ഈ വിധത്തിൽ ഒരു പച്ചത്തുരുത്താക്കി മാറ്റാൻ തുടക്കം മുതൽ എത്തിച്ച, ഇപ്പോഴും പരിപാലനം തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ പച്ചത്തുരുത്തിൻ്റെ കാവലാളായി ഒരാളുണ്ട്. മഴയും വെയിലും മഞ്ഞും വകവയ്ക്കാതെ, സമയമോ അവധിയോ നോക്കാതെ സ്വന്തമെന്ന പോലെ സ്കൂളിനെ കരുതി പണിയെടുക്കുന്ന ഒരാൾ. അധ്യാപകനല്ല, സ്ഥിരം ജീവനക്കാരനുമല്ല, പാർട്ട് ടൈം ജോലിക്കാരനായ മണിച്ചിറ സ്വദേശി പീറ്റർ. (2006) പീറ്റർ ഈ സ്കൂളിലേക്ക് എത്തുന്നത്. രാവിലെ 6:30 മുതൽ തന്നെ ആത്മാർത്ഥതയോടെയുള്ള തൻ്റെ സേവനം തുടങ്ങും. സ്കൂളിലെ തൻ്റേതായ ജോലികൾ സമയത്തെടുത്ത് ബാക്കി സമയങ്ങളിലെല്ലാം അദ്ദേഹം ഈ തൊടിയിലുണ്ടാകും. കപ്പ, ചേന, ബീൻസ് തുടങ്ങി എല്ലാവിധ പച്ചക്കറികളും നട്ടുകൊണ്ടായിരുന്നു തുടക്കം. അതെല്ലാം കുട്ടികൾക്കായി തന്നെ ഉപയോഗിച്ചു. കൂടുതലായി ഉണ്ടായിരുന്നവ സമീപത്തെ സ്കൂളിലും കൊടുത്തു. ഓരോ വർഷം കൃഷികൾ പച്ചക്കറിൻ്റെ എല്ലാ കൃഷികളും കപ്പ, ചേന, ചേമ്പ്, ഇളവൻ, മത്തൻ, വഴുതന, എല്ലാ കൃഷികളും. തക്കാളിയൊക്കെ തന്നെ ഒരു ദിവസം ഒരു ബക്കറ്റ് പറിക്കാം. അതുപോലെ ബീൻസ്, പയർ, ഇഷ്ടംപോലെ നമുക്ക് നമ്മൾ സ്കൂൾ ആവശ്യമായ എല്ലാ സാധനവും ഇവിടെ കിട്ടുന്നത്. കൃഷി കപ്പക്കറി തന്നെ കുട്ടി ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. കപ്പക്കറി അതിൽ എന്ന് നിങ്ങൾ ഉപയോഗിക്കും. അത് കഴിച്ച് കൂടുതലായപ്പോൾ നമ്മൾ അടുത്തുള്ള സ്കൂളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പേരൻസ് നട്ടവരാണല്ലോ, പേരൻസിന് അയൽവാസികൾക്ക് അങ്ങനെ കപ്പ കൊടുത്തിരുന്നു. ചേമ്പ് അതേപോലെ, ചേമ്പ് ഭയങ്കരമായിട്ട് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ചേമ്പ് ഈ പറഞ്ഞല്ല നമ്മളെല്ലാ രക്ഷിതാക്കൾക്കും കൊടുത്തു വിട്ടു. നമ്മൾ കുട്ടികൾക്ക് കൊടുത്തതിന് ബാക്കിയുണ്ടോ വേണ്ടായിരുന്നു. അത് ഹരിതമിഷൻ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുറേയേറെ പണികൾ ചെയ്തു കൊടുത്തു. ജൈവവളങ്ങളാണ് ഈ തൊടിയിലെ ചെടികൾക്ക് ഉപയോഗിക്കുന്നത്. ഔഷധോദ്യാനവും ശലഭോദ്യാനവും അടങ്ങിയ പച്ചത്തുരുത്ത് അമ്പുകുത്തി സ്കൂളിൻ്റെ പ്രത്യേകതയാണ്. അതിനുശേഷം 2019-20 നമ്മളെ ഈ 19 കാലത്താണ് പിന്നെ പച്ചത്തുരുത്ത് വരുന്നത്. പച്ചത്തുരുത്ത് തിരിക്കില്ല, അതൊരു പിന്നെ കേന്ദ്ര ഫണ്ട് ഇതൊക്കെ നമ്മൾ അത് കേട്ടി നമുക്ക് വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു. പക്ഷേ അത് ചെയ്യുന്ന പണികളൊക്കെ തന്നെ പഞ്ചായത്ത് തലത്തിൽ തൊഴിലുറപ്പുകാരാണ് ചെയ്തുകൊണ്ടിരുന്നത്. നട്ടുപോകും. പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെ ചെത്തിക്കോയിതാകില്ല, നനയ്ക്കലൊന്നും അവരുണ്ടാവില്ല. ആ ഭാഗങ്ങൾ അതിൻ്റെ നമ്മളെ ഉത്തരവാദിത്തപ്പെട്ടാണ്. അപ്പോൾ അത് തൈകൾ അത്രയും വലുതാവണമെങ്കിൽ നല്ലൊരു, കാരണം പൈപ്പ് വെച്ച് നല്ല അധ്വാനത്തിൽ തന്നെ നനയ്ക്കേണ്ടി വന്നു. നമ്മൾ തന്നെ നനയ്ക്കും, കാരണം അവർ വരില്ല, കാരണം ആ ക്ലീൻ ചെയ്യാൻ അവർ വരും. വർഷത്തിലൊരിക്കൽ കാട് വെട്ടി ചെത്തിക്കോരി അവർ പോകും. അതിന് 3 വർഷം അവർ ചെയ്തു. അതിന് ശേഷമുള്ളതാണ് നമ്മൾ പരിപാലിക്കുന്നത്. അത് നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്തൊരവസ്ഥ. കാരണം നമ്മൾ ഈ ജൈവ പാർക്കിൻ്റെ ജോലിയും എൻ്റെ ജോലിയും അതിന് പുറമെ ഓഫീസിന് കുറേ വർക്ക് ഉണ്ടാവും. അതുപോലെ മേളകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനുള്ള തന്നെ പോകണം, നമ്മൾ അതിനെല്ലാം പോകണം. അതിന് ശേഷമുള്ള ബാക്കി ടൈമാണ് ഇത് പരിപാലിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എത്തിപ്പെടാതെ പറ്റാത്തൊരു കാര്യമുണ്ട്. പിന്നെ അതിനുള്ള ഫണ്ട് വളരെ കുറവാണ് നമുക്ക്. 2025 സംസ്ഥാന സർക്കാരിന്റെ മികച്ച പച്ചത്തുരുത്ത് സംരക്ഷണത്തിന്
സ്റ്റേറ്റിലേക്ക് അമ്പുകുത്തി സ്കൂൾ തെരഞ്ഞെടുക്കപ്പെട്ടു. സ്കൂളിന്റെ മികച്ച പ്രവർത്തനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ പ്രത്യേക അവാർഡ് പീറ്ററെയും തേടിയെത്തി. 2015-16 കാലഘട്ടത്തിൽ നമ്മൾ ഇതിൻ്റെ ജൈവവൈവിധ്യ ഉദ്യാനത്തിൻ്റെ പണി ആരംഭിച്ച് 2 വർഷം കഴിഞ്ഞ് 18-19-20 കാലഘട്ടമായി നമുക്ക് നല്ല സെറ്റപ്പ് ആയപ്പോഴാണ് ആ വർഷത്താണ് നമ്മൾ മത്സരത്തിൽ നമുക്കാണ് സംസ്ഥാനത്ത് ഫസ്റ്റ്, മൊത്തം സ്കൂളിൽ സംസ്ഥാന ഫസ്റ്റ് വെച്ചിട്ട്. അതിൽ നമുക്ക് ഒരു ഫലകം, ഒരു ₹1,00,000 അവാർഡ് അങ്ങനെ കിട്ടി. സംസ്ഥാനത്തെ കിട്ടി, ജില്ലയുടെ കിട്ടി, കൃഷിഭവൻ്റെ കിട്ടി, പഞ്ചായത്തിൻ്റെ കിട്ടി. അങ്ങനെ എല്ലാ അവാർഡുകളും നമുക്ക് കിട്ടിയാണ് അതിനകത്ത്. കുട്ടികളെല്ലാം വളരെ ശ്രദ്ധയോടെ ഒരില പോലും പറിച്ചെടുക്കാതെ പച്ചത്തുരുത്തിനെ സംരക്ഷിക്കുന്നു. കുട്ടികളോട് കുറച്ചുനേരം സംസാരിച്ചാൽ മനസ്സിലാകും അവർക്ക് ഈ പച്ചത്തുരുത്ത് എത്രമാത്രം ഇഷ്ടമാണെന്ന്. സ്കൂളിലെ എല്ലാ അധ്യാപകരും അനധ്യാപകരും PTA-യും ഈ പച്ചത്തുരുത്തിനെ സംരക്ഷിക്കാൻ ഇദ്ദേഹത്തോടൊപ്പം തന്നെയുണ്ട്. അവരുടെ പിൻബലം ഇദ്ദേഹത്തിന് ഊർജം പകരുന്നു. അപ്പോൾ അതൊരു മത്സരം നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം നമ്മൾ 2019 കിട്ടി. അപ്പോൾ മാത്രമല്ല 2006 ഏറ്റവും ശുചിത്വമായി കിട്ടിയപ്പോൾ നമ്മൾ അത് അങ്ങോട്ട് തുടർന്ന് പോകണമെന്ന് എൻ്റെ മനസ്സിലൊരു ആശയം തോന്നി. അപ്പോൾ അതിനെന്ത് ത്യാഗം ചെയ്യാൻ ഞാൻ രാവിലെ 6:45-7 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഞാൻ ചിലപ്പോൾ പോകും. എന്തായാലും ഉച്ചയ്ക്ക് ഞാൻ പോയി വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കും. കാരണം അവിടെ ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ഉച്ച 3 മണി വീട്ടിൽ ഞാൻ വരും. വേനൽക്കാലത്ത് വന്ന് എല്ലാം നനച്ചിട്ടിട്ട് ഞാൻ പോവുക. അവധി ദിവസം തന്നെ ആ ലീവ് എടുക്കുകയാണെങ്കിൽ തലേ ദിവസം ഞാൻ നാളെ ലീവാന്ന് പറഞ്ഞാൽ രാവിലെ വന്ന് പണി ജോലിയൊക്കെ ചെയ്തിട്ട് പോയിക്കോളാൻ പറയുകയാണെങ്കിൽ ജോലിയെല്ലാം ചെയ്ത് ഞാൻ പോകുന്നത്. എനിക്കിവിടെ സീലിൽ മാർക്കിൻ്റെ പ്രശ്നം വരുന്നില്ല. കാരണം എങ്കിൽ എല്ലാ വർക്കും ചെയ്തു പോകും. പിന്നെ എപ്പോൾ വിളിച്ചാൽ ഞാൻ ലീവാണെങ്കിൽ എൻ്റെ ആവശ്യമായി വിളിച്ചാൽ അവിടെ എത്തും. ഞാൻ സഹായിക്കാൻ തന്നെ ഒരാൾ പഠിക്കാരൻ വരും. അവരപ്പോൾ എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ നില നിർത്തിയത്. ഏറ്റവും ഉദ്ദേശിച്ച് ഞാൻ ഇവരോട് പറഞ്ഞിട്ട് ഞാൻ ഈ സ്ഥാപനത്തിനെയാണ് സ്നേഹിക്കുന്നത്. ഹെഡ് മാസ്റ്റർ ഷാജി അദ്ദേഹത്തിന് എല്ലാവിധ സഹായവും പ്രോത്സാഹനവും നൽകി വരുന്നു. ഗവൺമെൻറ് LP സ്കൂൾ അമ്പൂത്തിയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം ഇവിടുത്തെ പാർട്ട് ടൈം ജീവനക്കാരായ പീറ്ററേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജോലികൾക്കപ്പുറം ഒരുപാട് സമയം വിദ്യാലയത്തിന് വേണ്ടി വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഏറ്റവും വലിയ അംഗീകാരമാണ് ഇപ്പോൾ കേരള സർക്കാരിൻ്റെ ഹരിത മിഷൻ പച്ചത്തുരുത്ത് പ്രത്യേക അവാർഡ് ലഭിച്ചത്. യഥാർത്ഥത്തിൽ 2015 മുതൽ തന്നെ പച്ചത്തുരുത്തിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ വിദ്യാലയത്തിൽ നടന്നു വന്നിരുന്നു. അത് ശനിയോ ഞായറോ അവധിക്കാലമോ ഒന്നും പരിഗണിക്കാതെ നോക്കി സംരക്ഷിച്ച് വന്നത് പീറ്ററേട്ടൻ്റെ ഒരു ആത്മാർത്ഥമായ പ്രവർത്തനമാണ്. നമുക്ക് പല അനുഭവങ്ങളുമുണ്ട്. നമ്മൾ വർഷക്കാലത്ത് അധ്യയന സമയത്ത് പല കാര്യങ്ങളൊക്കെ ചെയ്ത് അത് അവധി ദിവസങ്ങളിലും അതുപോലെ തന്നെ അവധിക്കാലത്തുമൊക്കെ വേണ്ടത്ര രീതിയിലുള്ള പരിചരണം കിട്ടാതെ അത് നശിച്ചു പോകുന്ന സ്ഥിതി പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ചെടിക്ക് പോലും ഒരു വാട്ടം വരാത്ത രീതിയിൽ പീറ്ററേട്ടൻ സംരക്ഷിച്ച് വന്നു. കഴിഞ്ഞ പച്ചത്തുരുത്ത് സംസ്ഥാനതല അവാർഡ് നിർണയ സമിതിക്ക് മുമ്പാകെ ഞാൻ ഈ ഒരു കാര്യം അവതരിപ്പിക്കുകയും അവർ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം അനുമോദിക്കേണ്ടതുണ്ട്, അവർ അത്തരം കാര്യങ്ങൾ പരിഗണിക്കുന്നുണ്ട് എന്ന് പറയുകയും പീറ്ററേട്ടന് പ്രത്യേക അവാർഡ് നൽകുകയാണ് ഉണ്ടായത്. അതിൽ വിദ്യാലയം എന്ന നിലയ്ക്ക് ഞങ്ങൾ വളരെ അഭിമാനിക്കുന്നു. ചെടികൾ നടാൻ എല്ലാവരും ഉണ്ടാവും, ഉദ്ഘാടനം കഴിച്ച് ഉണ്ടാവും. നട്ട് വന്ന് ഒരു വർഷം ഇത് നട്ടോ ഈ ചെടികൾ ഇതുപോലെ പരിപാലിച്ച് ഇതുപോലെ കൊണ്ടു നടക്കണമെങ്കിൽ ആരും ഉണ്ടാവില്ല. അവരെ നമ്മൾ ആരും വിസ്മരിക്കുക, അവർ ഓർക്കാറുമില്ല. അപ്പം അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ ഈ ഇങ്ങനെ ഒരു ആദരിക്കുക ചിലത് ചെയ്തെങ്കിൽ അത് അവർക്കും ഇത്രയും കാലം ചെയ്ത് നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പോലെ അവരെയും കൂടി ഈ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേക മുഖ്യമന്ത്രിയുടെ ഒരു സ്പെഷ്യൽ ജൂറി അവാർഡിനാണ് 11 പേർ തിരഞ്ഞെടുത്ത്. ഏറ്റവും കൂടുതൽ ഈ ഇതിനുമായി ബന്ധപ്പെട്ട ചെയ്യുന്ന ആൾക്കാർ 2-3 ആൾക്കാർക്ക് ഇങ്ങനെ സ്ഥലം വിട്ടുകൊടുത്തേനെ അവർ ഇതിന് വേണ്ടി മാത്രമേ, ഈ പച്ചത്തുരുത്തിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള 2-3 പേരുണ്ട്. പിന്നെ പഞ്ചായത്തിൻ്റെ ഒരു കർഷക ജീവനക്കാരത്തിനെങ്കിൽ അയാളും ഈ പറഞ്ഞുകൊണ്ട് തന്നെ രാവിലെ മുതലേ ഇതിലേക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരാളാണ്. ഫുൾ ടൈം പോയി പറഞ്ഞു നിൽക്കുന്നത്. ശരിക്കും രാവിലത്തെ ഫുൾ ടൈം നിൽക്കണം. മഴ വേനൽക്കാലത്തിനെങ്കിൽ ഭയങ്കര ഉണക്കാണ്. ഈ ചപ്പെല്ലാം വെട്ടി ചൂടിലെല്ലാം പൊതയിട്ടതിന് ശേഷമാണ് നമ്മൾ
നനയ്ക്കുന്നത്. ഈ അടിച്ചു വരുന്ന മാവിൻ ചപ്പ് എല്ലാം ഇപ്പോൾ എല്ലാം ശേഖരിക്കുക. അവിടെ മാവ് ചപ്പ് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അത് ഈ വാഴകൾക്ക് ഇടാനുള്ളത്, അത് എല്ലാ വാഴയും ചൂട്ടിടണം. എന്നിട്ട് വെള്ളം ഒഴിച്ചാൽ തണുപ്പിടും. അങ്ങനെ ചപ്പുകൾ സീസൺ ആകുമ്പോൾ കംപ്ലീറ്റ് ചെടി ചുവട് ചപ്പിടും. അടിച്ചു വാരിയുടെ ചപ്പ് അല്ലെങ്കിൽ ഇവിടെ വെട്ടിയിട്ട് ചപ്പ് പൊതയിട്ട ശേഷമാണ് നനയ്ക്കുന്നത്. കുട്ടികൾ പ്രകൃതിയെ സ്നേഹിച്ച് വളരുന്നതിനും സന്തോഷാന്തരീക്ഷം സൃഷ്ടിക്കാനും അമ്പുകുത്തി സ്കൂളിന് ഈ പച്ചത്തുരുത്ത് സഹായകമാണ്. അവാർഡൊന്നും പ്രതീക്ഷിച്ചല്ല പീറ്റർ ഈ പച്ചത്തുരുത്തൊരുക്കാൻ ആത്മാർത്ഥമായി പ്രയത്നിച്ചത്. എങ്കിലും അവാർഡ് ലഭിച്ചതിൽ സന്തോഷമുണ്ട്. അവാർഡ് സ്കൂളിനായി സമർപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ ഈ അവാർഡ് ഉണ്ടെങ്കിൽ പുരസ്കാരം കിട്ടിയാൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട്. കാരണം എന്നുണ്ടെങ്കിൽ ഏതായാലും ഒരു 10-15 പേരെ ഈ സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കുക, ഒരാളായിട്ട് ഞാൻ ആവുക എന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങളിൽ കിട്ടുന്നത് അത് ഏറ്റവും വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ അമ്പുകുത്തി സ്കൂളാണ് എൻ്റെ. ഈ സ്കൂളിൽ വന്നത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഇതിൽ പോകാൻ കഴിഞ്ഞതും എന്നെ അതിൽ ആ സമയത്ത് കൊണ്ടുപോകാനും എല്ലാം കഴിഞ്ഞ് HMൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഞാൻ പോകാൻ തന്നെ കാരണം. പക്ഷേ ഈ ഒരു അവാർഡ് എനിക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ അത് എൻ്റെ സ്കൂളിൻ്റെ എന്ന് എനിക്ക് പറയാൻ കഴിയും. സ്കൂളിന് വേണ്ടി ഞാൻ സമർപ്പിക്കും. കാരണം ശരിക്കും പറഞ്ഞാൽ എൻ്റെ കഴിവുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടിയതും ഈ ഒരു പ്ലാറ്റ്ഫോം വഴി ഉണ്ടായത് കൊണ്ട് ഇതിൽ ചെയ്തുകൊണ്ടാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അത് എൻ്റെ എന്ന് പറയുന്നത് എൻ്റെ വീടോ അല്ലെങ്കിൽ എൻ്റെ വേറൊരു സ്ഥലത്താണെങ്കിൽ ഞാൻ ഓക്കെ. ഈ കിട്ടിയ അവാർഡ് എനിക്ക് ഞാൻ സ്കൂളിൻ്റെ എന്ന് തന്നെ പറയാം. എൻ്റെ കഴിവുകളല്ല, എൻ്റെ ഒരു ഭാഗം ഞാൻ ചെയ്തു. ഈ സ്കൂളിൻ്റെ ബാക്കി വെച്ചാൽ HMന് പറ്റുന്ന കാര്യം HM ചെയ്യുന്നുണ്ട്, അധ്യാപകർ ചെയ്യുന്നുണ്ട്, അവർ ഭക്ഷണം ഉണ്ടാക്കുന്ന ചേച്ചി അവരെല്ലാവരും ചെയ്തെങ്കിൽ മാത്രമേ ഇതുപോലെ അത് ഞങ്ങളെല്ലാവരും ഒരു മീറ്റിങ്ങിൽ പറയുന്നൊരു കാര്യമാണ്. അത്ര ഒത്തൊരുമയിൽ പോകണം. അപ്പോൾ ഒത്തൊരുമ കൊണ്ടാണ് നമുക്ക് ഇത് ഇവിടെ വരുത്താൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ അവാർഡ് ഞാൻ എനിക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ഇതായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഞാൻ സ്കൂളിന് കിട്ടിയൊരു ഇതെന്നല്ലേ ചിന്തിക്കുന്നത്. കൃഷിയെയും പ്രകൃതിയെയും സ്നേഹിക്കുന്ന ഇത്തരം മനുഷ്യർ നമുക്കെന്നും മാതൃകയാണ്. കാർഷിക മലനാടിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി.